ത്രിയേക ദൈവ തിരുനാമത്തിന്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പെരുന്നാളിനോടനുബന്ധിച്ച് അനുഗ്രഹീതമായ 15 നോമ്പിന്റെ നിശ്ചലമായ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ദൈവമാതാവിന്റെ നല്ല ഗുണങ്ങളെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. ഓരോ നോമ്പ് കാലയളവിലും നോമ്പും ഉപവാസവുമാവുന്ന 2 ചിറകിലൂടെ നാം ദൈവത്തോട് പറന്നടുക്കുകയാണ് എന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓരോ വിശുദ്ധന്മാരുടെയും വിശുദ്ധകളുടെയും നോമ്പ് നോക്കുമ്പോൾ അവരുടെ നല്ല അംശങ്ങളെ ഏറ്റെടുത്ത് നാം രൂപാന്തരം പ്രാപിക്കുന്നവരായി തീരണം. പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രധാന ഗുണങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ, പരിശുദ്ധ ദൈവമാതാവ് തന്റെ പിതാക്കന്മാരെ പോലെ ഉറച്ച വിശ്വാസമുള്ളവളായിരുന്നു. 2 സമർപ്പണ ബോധമുള്ളവളായിരുന്നു. 3 പ്രാർത്ഥനകളുടെ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നവളായിരുന്നു. വിശ്വാസം, പ്രാർത്ഥന, സമർപ്പണം എന്നീ 3 ഗുണങ്ങൾ ദൈവമാതാവിന്റെ ജീവിതത്തിൽ പ്രബലമായിരുന്നു. ഗബ്രിയേൽ മാലാഖ വചനിപ്പ് നടത്തിയപ്പോൾ അവിശ്വസനീയമായ കാര്യമാണ് എന്ന് അറിഞ്ഞിട്ടും എങ്ങനെ നടക്കും എന്ന് ശങ്കപ്പെടാതെ ദൈവമാതാവ് ഏറ്റെടുത്തു. തന്റെ പൂർവ്വപിതാവായ അബ്രാഹാമിനോട് ദൈവം താൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ ശങ്ക കൂടാതെ പുറപ്പെട്ട ആ വിശ്വാസം നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കും. ദൈവമാതാവിന്റെ ഉറച്ച വിശ്വാസം നമുക്ക് ഒരു ലോകരക്ഷിതാവിനെ തന്നെ നേടിത്തന്നു. 2 ദൈവമാതാവിന്റെ സമർപ്പണ ബോധം. ദൈവവചനത്തെ കേൾക്കുകയും വചനത്തെ ഉദരത്തിൽ വഹിക്കുകയും ചെയ്ത വഴി ദൈവിക ദൗത്യത്തിൽ പങ്കാളിയായി തീരുകയും ലോകരക്ഷിതാവിന്റെ മാതാവായി തീരുകയും ചെയ്തു. ദൈവമാതാവിന്റെ പ്രാർത്ഥനകൾ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നതാണ് എന്ന് കാനാവിലെ കല്യാണത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു. ആ കല്യാണ വീട്ടിലെ ഇല്ലായ്മയെ തിരിച്ചറിഞ്ഞ് അവിടുത്തെ കുറവിനെ മാറ്റുന്നതിന് പുത്രനോട് മാധ്യസ്ഥ അഭ്യർത്ഥിച്ച് നേടിയെടുക്കുന്നത് നമുക്ക് കാണാം. എന്തെല്ലാം ഒഴിവുവഴികൾ പുത്രൻ പറഞ്ഞിട്ടും മാതാവിന്റെ അചഞ്ചലമായ മാധ്യസ്ഥം മൂലം ലോക അത്ഭുതം തന്നെ സൃഷ്ടിച്ചു. പ്രിയമുള്ളവരെ, ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ മാതാവിന്റെ ഈ 3 ഗുണങ്ങളെയും സ്വായത്തമാക്കി രൂപാന്തരപ്പെട്ട് നമുക്കും ലോകത്തിനും മറ്റുള്ളവർക്കും നന്മയായി തീരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.